നമസ്കാരം. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പാർലമെന്റിൽ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, രാജ്യത്തിൻ്റെ സ്വാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം വളരെ പരസ്യമായി ചർച്ച ചെയ്യാനുള്ള ശ്രമം നടത്തി. സ്പീക്കർ അതിനെ തടയുന്നു. എന്നാൽ സ്പീക്കറുടെ റൂളിംഗ് പോലും വകവയ്ക്കാതെ അദ്ദേഹം വീണ്ടും പുസ്തകവുമായി എത്തുന്നതും പാർലമെൻറ്റിൻ്റെ പ്രവർത്തനം മണിക്കൂറുകളോളം തടസ്സപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹം പല പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുന്നു. പാർലമെൻറ്റിലേക്ക് കടന്നു പോകാനുള്ള വഴി പോലും ഉപരോധിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില MP-മാരും ഒത്ത് അവിടെ പ്രതിഷേധത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൻ്റെ ഒരു പവിത്രതയ്ക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ പ്രതിഷേധത്തിൻ്റെ പേരിൽ കുത്തിയിരിക്കുന്നു. അതുവഴി പോകുന്ന BJP അംഗങ്ങളെ, അതുപോലെ തന്നെ മറ്റ് ഉള്ളവരെയും ഒക്കെ അധിക്ഷേപിക്കുന്നു. BJP MP-യെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ട്രൈറ്റർ എന്ന് വിളിച്ച്, വഞ്ചകൻ എന്ന് വിളിച്ച് BJP MP അധിക്ഷേപിക്കുന്നത് കണ്ടതാണ്. അതിന് വളരെ കൃത്യമായി മുഖമടച്ചുള്ള മറുപടിയും അദ്ദേഹം നൽകി. ഇത്തരത്തിൽ പാർലമെൻറ്റിൻ്റെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട് പ്രതിഷേധമെന്ന പേരിൽ പാർലമെൻറ്റിനകത്ത് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പാർലമെൻറ്റിൻ്റെ പവിത്രതയെ മാനിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ പാർലമെൻറ്റ് കോംപ്ലക്സിനകത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജ്യം മുഴുവൻ കാണുകെ ഒരു രാഷ്ട്രീയക്കാരന് ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ പടിക്കെട്ടിലിരുന്ന് ചായ കുടിക്കുന്നതും ബിസ്ക്കറ്റ് കഴിക്കുന്നതുമായ രംഗങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഇതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം, ഇപ്പോൾ ഇതിനെതിരെയൊക്കെ കർശന നടപടി സ്വീകരിച്ച സ്പീക്കർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും ഒക്കെ കൊണ്ടുവന്നത്. എന്തായാലും സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം നിലം തൊട്ടില്ല. സ്പീക്കർക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ലോക്സഭ ചെയ്തത്. അക്കാര്യത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാം ഒറ്റപ്പെട്ടു. ഇപ്പോഴിതാ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം രാഹുൽ ഗാന്ധി നേരിടുകയാണ്. 204ഓളം വരുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുകയാണ്. താങ്കൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ സഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല, ജനാധിപത്യത്തിന് ചേർന്നതല്ല, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അന്തസ്സിനും അതുപോലെ തന്നെ പവിത്രതയ്ക്കും ചേർന്നതല്ല. ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആവർത്തിക്കരുത്. പാർലമെൻറ്റിൻ്റെ പടിക്കെട്ടിലിരുന്ന് ചായ കുടിക്കാനും ബിസ്ക്കറ്റ് കഴിക്കാനുമാണോ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചിരിക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നത് അവർക്ക് വേണ്ടി നിയമം നിർമ്മിക്കാനും അവരുടെ ക്ഷേമവും അവരുടെ ആത്മാഭിമാനവും രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും ഒക്കെ സംരക്ഷിക്കാനാണ്. എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ്, രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെയും പാർലമെൻ്ററി മര്യാദകൾ പോലും ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനമാണ് ഈ തുറന്ന കത്തിലുള്ളത്. 204 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിനകത്ത് റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ വിരമിച്ച സായുധ സേനാംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരുന്ന മുൻ ബ്യൂറോക്രാറ്റുകളുണ്ട്, മുതിർന്ന അഭിഭാഷകരുണ്ട്. ഇവരെല്ലാമാണ് രാജ്യം കേൾക്കെ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് ഉപസംഹരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പീക്കറിനെ അഭിനന്ദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതിയിരുന്നു. ആ കത്തിൽ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ അദ്ദേഹവും ഉയർത്തിയിരുന്നു. ചിലർ സഭയിൽ വന്നിരുന്ന് ജനാധിപത്യത്തിന് നിരക്കാത്ത രീതിയിൽ മാടമ്പത്തിരം കാട്ടുന്നു. ആ മാടമ്പത്തിരത്തെ വളരെ കൃത്യമായി തന്നെ നേരിട്ട അങ്ങേക്ക് അഭിനന്ദനം എന്നാണ് അദ്ദേഹം സ്പീക്കർക്ക് എഴുതിയത്. സ്പീക്കർ ഇതെല്ലാം തടയാൻ ശ്രമിക്കുന്നു. പാർലമെൻറ്റിൻ്റെ അന്തസ്സിന് നിരക്കാത്ത പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയത് സ്പീക്കർ തന്നെയാണ്. അത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിന്മേൽ മറുപടി പറയാൻ സഭയിൽ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മാത്രമല്ല, മറുപടി പ്രസംഗം ഇല്ലാതെയാണ് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഈ നന്ദിപ്രമേയ ചർച്ച ലോക്സഭ പാസാക്കിയത്. ഇതെല്ലാം പ്രതിപക്ഷത്തെ ചില ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ, പരാക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇത് രാജ്യത്തിന് തന്നെ നാണക്കേടാവുകയാണ്. ഇങ്ങനെ പാർലമെൻറ്റിൽ കാണിക്കരുത്. ജനം അതിന് ഒരു ദിവസം അധികാരം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് പിൻവലിക്കാനും ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് രാജ്യത്തോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സായുധ സേനാംഗങ്ങൾ, റിട്ടയേർഡ് സായുധ സേനാംഗങ്ങളും അഭിഭാഷകരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബ്യൂറോക്രാറ്റുകളും അടങ്ങുന്ന ഒരു സംഘം, 204 പേരടങ്ങുന്ന പ്രതിനിധി സംഘം ഇപ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ
ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.